ജീവിത ഭാരങ്ങളേറിടുമ്പോൾ സ്വന്തക്കാരെല്ലാം വെറുത്തിടുമ്പോൾ പെറ്റമ്മ കുഞ്ഞിനെ തള്ളിക്കളഞ്ഞാലും തള്ളുകില്ലെൻ ജീവനാഥനെന്നെ. പെറ്റമ്മ കുഞ്ഞിനെ തള്ളിക്കളഞ്ഞാലും തള്ളുകില്ലെൻ ജീവനാഥനെന്നെ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 31:23 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പി. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പി. ഗ്ലോറി സ്തോത്രം. ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന സ്നേഹം ചോർന്നു പോകാത്ത ഒരിടമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ പാദപീഠം മാത്രമേ ഉള്ളൂ. അളവുകളില്ലാത്ത സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. യാതൊരു ഉപാധിയുമില്ലാത്ത സ്നേഹമാണ്. മനസ്സോടുകൂടി മടങ്ങി വരുന്നവരുടെ ഒരു കുറവശം പോലും കണക്കിലെടുക്കാതെ എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്ന ആ ദൈവസ്നേഹത്തെ ഒന്നോർത്തുകൊണ്ട് മടങ്ങി വരാൻ എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ. അടുത്ത വചനത്തെ നമ്മളെ കേൾപ്പിക്കുന്നത് യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. ഇതും കർത്താവ് പ്രവർത്തിക്കുന്നതല്ലേ. ദൈവത്തിന് സ്തോത്രം. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അവർക്ക് ഒരുപാട് ഞെരുക്കമുണ്ടാകാം, സങ്കടം ഉണ്ടാകും, വേദന ഉണ്ടാകാം. എങ്കിലും വിശ്വസ്തയോടെ വിളിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ലോകം എന്തു പറയുന്നു, ലോകം എങ്ങനെയാകുന്നു എന്നതിനേക്കാളപ്പുറത്ത് നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണം ദൂരത്ത് നിന്നറിയുന്ന കർത്താവ് നമ്മളിലെ വിശ്വസ്തത കണ്ടാൽ ദൈവമക്കളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പറയുന്നത് അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കും. ഇപ്പോൾ മനസ്സ് ഭാരപ്പെട്ടും തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളെയെക്കുറിച്ചുള്ള ചിന്ത അത് നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. പലർക്കും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ ഉറക്കത്തിന് വേണ്ടി കൊതിച്ച് കിടക്കുക, ഉറങ്ങാൻ പറ്റാത്ത അനുഭവങ്ങൾ. ചിലർക്ക് സാമ്പത്തിക വിഷയമായിരിക്കും, ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമായിരിക്കും, ചിലർക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ചായിരിക്കാം. പലർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. എങ്ങനെ ഒന്ന് ഉറങ്ങും, ഈ രാത്രി എങ്ങനെ ഒന്ന് ഉറങ്ങും? പലരും ഉറക്കഗുളിയൊക്കെ മേടിച്ച് കഴിച്ചിട്ടാ ഉറങ്ങുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ദൈവമക്കളെ, ദൈവത്തിൽ പ്രത്യാശയില്ലേ? നിങ്ങളുടെ ഹൃദയം ധൈര്യപ്പെടട്ടെ. ധൈര്യമായിരിക്കാൻ കർത്താവല്ലേ പറഞ്ഞേ. നമ്മളോട് ധൈര്യത്തോടിരിപ്പാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കർത്താവ് കണ്ടിട്ടുണ്ട്. ആ സമയം വരെ നമുക്കൊന്ന് കാത്തിരിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൽ പ്രത്യാശയുള്ള ദൈവമക്കളെ, ഒരിക്കലും നമ്മൾ തളർന്നു പോകരുത്. നമ്മുടെ മനസ്സ് ധൈര്യപ്പെട്ടിരിക്കാൻ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സങ്കടങ്ങളും വേദനകളും എല്ലാം കൂടെ കൂട്ടി നമുക്ക് പറ്റത്തില്ലാത്ത അവസ്ഥയിലാണെങ്കിലും വിശ്വാസം ചോർന്നു പോകാത്ത മക്കളിനകത്തുണ്ടല്ലോ, പ്രാർത്ഥനയ്ക്ക് മുടക്കമില്ലാത്ത മക്കളുണ്ടല്ലോ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള പ്രത്യാശ ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രത്യാശയുള്ള മക്കളോട് പറയുന്നത് ധൈര്യപ്പെട്ടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പും ധൈര്യവും തരുന്ന ദൈവം നമ്മൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. ദൈവം അറിയാത്ത ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിലില്ല. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ പ്രശ്നങ്ങളുടെ പുറകെ നമ്മൾ പോകുകയല്ല വേണ്ടത്. ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ ദൈവമക്കളെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. നമ്മളെ സഹായിക്കാൻ ലോകത്താരും ഉണ്ടാവില്ല. ആരുടെ സഹായം നമുക്ക് പോരാ. ദൈവമേ സ്തോത്രം. ആരെയും ആശ്രയിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആരിൽ ആശ്രയം വെച്ചാലും എല്ലായിടത്തും ഒരു പരിധിയുണ്ട് ദൈവമക്കളെ. പരിധിയില്ലാത്ത കരുതലും സഹായവും വാത്സല്യവും സ്നേഹവും എല്ലാം നിറച്ചു തരുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതീവ ദുഃഖത്തോടുകൂടി ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക കർത്താവേ. സമാധാനം ദൈവം കൊടുത്ത് അനുഗ്രഹിക്കണേ. അങ്ങ് സമാധാനത്തിൻ്റെ പ്രഭുവാണല്ലോ.
എൻ്റെ കർത്താവെ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണേ. ദൈവത്തിൽ പ്രത്യാശയുള്ള മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ മക്കളോട് ധൈര്യമായിട്ടിരിപ്പാൻ എൻ്റെ കർത്താവെ വചനത്തിലൂടെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിൻ്റെ മക്കൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും അതിനൊരു പരിഹാരം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഈ കണ്ണുനീരിന് കർത്താവെ ഉത്തരം നൽകി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഏത് വലിയ പ്രയാസങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും കർത്താവെ നിൻ്റെ മക്കൾക്ക് സമാധാനം കൊടുത്ത ദൈവമേ, സാക്ഷ്യം പറയുവാൻ നിൻ്റെ മക്കളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും മനസ്സിൻ്റെ ഭാരത്തോടുകൂടി കർത്താവെ കിടന്നാൽ ഉറക്കം വരാതെ എല്ലാ ആഹാരങ്ങളും മുന്നിലിരിക്കുമ്പോഴും കഴിക്കാൻ മനസ്സ് വരാതെ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ നിമിത്തം തളർന്നിരിക്കുന്ന ഈ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവെ നിൻ്റെ മക്കളോട് ദൈവം മനസ്സറിയണമേ. എൻ്റെ കർത്താവ് ധൈര്യമായിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് നിൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ടെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ ഇപ്പോൾ തന്നെ നിൻ്റെ മക്കൾക്ക് നന്മയ്ക്കായ ഒരടയാളം കർത്താവ് ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ. നാളത്തെ ദിവസത്തെ ഓർത്തുകൊണ്ട് ഭയപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ പോറ്റി പുലർത്തിയ ദൈവം നാളെ എന്ന് പറഞ്ഞ ദിവസമുണ്ടെങ്കിൽ ആ ദിവസത്തിലും മഹത്വത്തോടെ പോറ്റി പുലർത്തുമെന്ന് നിൻ്റെ മക്കൾക്കും സാക്ഷ്യപ്പെടുത്തേണ്ടതിന് എൻ്റെ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.